ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധികളായിട്ട് 3 ട്രാൻസ് വ്യക്തികളും ഒരു ക്യൂർ വ്യക്തിയാണ് ഉണ്ടായിരുന്നത്. വളരെയധികം ഈ ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി ട്രാൻസ് വ്യക്തികളെ ചേർത്ത് നിർത്തുക, അതുപോലെ തന്നെ ക്യൂർ വ്യക്തികളെ ചേർത്ത് നിർത്തുക എന്നുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ ഡിവൈഎഫ്ഐ ആണ് ചരിത്രത്തിൽ ആദ്യമായി 2017-18 കാലയളവിൽ ട്രാൻസ് വ്യക്തികളെ സംഘടനയുടെ ഭാഗമാക്കുന്നതും സംഘടനാപരമായി പൊതു രാഷ്ട്രീയ ബോധമുള്ള വ്യക്തികളായി വാർത്തെടുക്കുന്നതിൽ ഡിവൈഎഫ്ഐക്ക് വലിയൊരു പങ്കുണ്ട്. ഒപ്പം ഇന്ന് ഈ സാമൂഹ്യ ദൃശ്യതയും അതുപോലെ തന്നെ ഈ ട്രാൻസ് വ്യക്തികൾക്കുള്ള അവകാശങ്ങളുടെ പോരാട്ടങ്ങളിലൊക്കെ ഡിവൈഎഫ്ഐയുടെ ഒരു പങ്ക് വളരെയധികം എടുത്തു പറയേണ്ട വിഷയമാണ്. ഒരു ട്രാൻസ് വ്യക്തി എന്ന നിലയിൽ, ഒരു ക്യൂർ വ്യക്തി എന്ന നിലയിൽ ഇന്ന് ഇപ്പോൾ ട്രാൻസ് ക്യൂർ പ്രമേയം വരെ പാസ്സാക്കിയ ഒരു സംസ്ഥാന സമ്മേളനത്തിലാണ്. പ്രമേയ കമ്മിറ്റിയിൽ ഞാനുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം. കാരണം ഒരു സംഘടനാ സംവിധാനത്തിലേക്ക് ട്രാൻസ് വ്യക്തികൾ ആദ്യമായി വരുന്നത് തന്നെ ഈ പറഞ്ഞ 2017-18 കാലയളവിൽ ഡിവൈഎഫ്ഐയിലൂടെയാണ്. ഇന്ന് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പല സംഘടനകളിലും, മഹിളാ അസോസിയേഷൻ, അതുപോലെ തന്നെ നമ്മുടെ കർഷക സംഘം, അങ്ങനെ നിരവധി സംഘടനകളുടെ ഭാഗമായി ട്രാൻസ് വ്യക്തികൾ, ക്യൂർ മനുഷ്യരുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു വിഷയമാണ്. ഈ ഒരു ചേർത്ത് നിർത്തലിന് ഒരുപാട് സന്തോഷവും സ്നേഹവും. ഇല്ല, ഇപ്പോ നമ്മള് UDF സർക്കാർ ഭരണത്തിൽ വന്നതിന് ശേഷം നമുക്കൊരു ട്രാൻസ്ജെൻഡർ സെല്ലുണ്ട്, ഒരു നോഡൽ ഓഫീസ്. അതിന്റെ പ്രവർത്തനം ഒരു നല്ല രീതിയിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു ആനുകൂല്യങ്ങളും ഇതുവരെ 3 മാസത്തോളമായി. പക്ഷെ 10 വർഷ കാലയളവിൽ ഇടതുപക്ഷ സർക്കാർ ട്രാൻസ് വ്യക്തികൾക്ക് നിരവധി 28ഓളം പദ്ധതികൾ രൂപീകരിച്ചിട്ടുണ്ട്. സംസ്ഥാന ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് ബോർഡിന്റെ അംഗമായിട്ടിരുന്നൊരു വ്യക്തി എന്ന നിലയിൽ നമ്മളുടെ ആവശ്യങ്ങൾ മടികൂടാതെ നമ്മളെ ചേർത്ത് നിർത്തുന്നതിലും അവരുടെ അവകാശങ്ങളും എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ ട്രാൻസ് മനുഷ്യരെയും അവകാശങ്ങളോട് ചേർത്ത് നിർത്തണം എന്നുള്ള ഒരു ഇടതുപക്ഷ സർക്കാരിന്റെ മുന്നേ ഉണ്ടായിരുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ നിലപാട് കൊണ്ട് ഒരുപാട് വ്യക്തികൾ ഇപ്പം വിദ്യാഭ്യാസ രംഗങ്ങളിൽ, തൊഴിലിടങ്ങളിൽ, അതുപോലെ തന്നെ പല മുഖ്യധാരാ സമൂഹത്തിലെ പല മേഖലകളിലും അവരുടേതായ കഴിവുകൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ വലിയൊരു പങ്ക്, അതിൽ മാത്രമല്ല ഇന്ന് ട്രാൻസ് മനുഷ്യരും ക്യൂർ മനുഷ്യർക്കും ഈ കാണുന്ന ഒരു ദൃശ്യതയ്ക്ക് വലിയൊരു പങ്ക്, 90% പങ്ക് ഇടതുപക്ഷ സർക്കാരിനാണെന്ന് എടുത്തു പറയേണ്ട ഒരു വിഷയം തന്നെ. അതെ, ഭയങ്കര ആശങ്കയുണ്ട്. കാരണം നിലവിൽ ഏകദേശം 3 മാസത്തോളമായി നമ്മളെ ട്രാൻസ്ജെൻഡർ സെല്ലിന്റെ പ്രവർത്തനങ്ങൾ ഏതുവരെയാണ് എന്നുള്ളത് നമുക്ക് അറിയുന്നില്ല. ഒരുപാട് ആളുകൾ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ സർജറി റീഇംബേഴ്സ്മെന്റിന് വേണ്ടിയിട്ട് അപേക്ഷിച്ചിട്ടുണ്ട്. അപേക്ഷകളുടെ മുകളിൽ യാതൊരുവിധ നടപടികളോ, അല്ലെങ്കിൽ ഏറ്റവും വലിയ വേദനാജനകമായ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ UDF സർക്കാർ ഒരു പൊതുവേദികളിൽ പോലും ട്രാൻസ്ജെൻഡർ ക്യൂർ മനുഷ്യരെന്ന് ഒരു നേതാക്കന്മാരും അതുപോലെ തന്നെ നമ്മളെ ആരും സംസാരിക്കുന്നതായിട്ട് പോലും കേട്ടില്ല. അല്ലെ, ഇടതുപക്ഷ സർക്കാർ ആയിരുന്നെങ്കിൽ ഏതൊരു കാര്യങ്ങൾക്കും ട്രാൻസ് മനുഷ്യരെന്ന് വളരെ എടുത്തു പറയാൻ, അത് തന്നെ വലിയൊരു സ്വീകാര്യതയാണ് ഇത്ര മനുഷ്യർക്ക് എന്ന് പറയുന്നത്. വളരെ പാർശ്വവൽക്കരിക്കപ്പെട്ട് ജീവിക്കുന്ന ഒരു വിഭാഗത്തിന് വളരെയധികം ആശങ്ക നിലവിലുണ്ട്. ആ ഒരു ആശങ്ക UDF സർക്കാർ പരിഗണിക്കുമെന്നുള്ള ഒരു കരുതലിലാണ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ശക്തമായ പ്രക്ഷോഭത്തിലേക്കൊക്കെ പോവേണ്ടി വരും. അപ്പോൾ അതിലൊരു മാറ്റങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടത്തിന്റെ ഫലമായിട്ട് നിൽക്കേണ്ടി വരും എന്നുള്ളതാണ്. കാരണം വളരെയധികം ആശങ്ക. കാരണം നിലവിൽ ഒരുപാട് ഇപ്പം ട്രാൻസ് വ്യക്തികളാണെങ്കിൽ കൂടി അവർ അപേക്ഷകൾ, ഇപ്പം നമ്മൾക്ക് ഓൾറെഡി നിലവിൽ ബോർഡിലുണ്ട് എന്നുള്ളൊരു ധാരണയുടെ മുകളിലാണ് പലവരും അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അത് കിട്ടിയിട്ടില്ല. സ്കോളർഷിപ്പ് പല ഒരു ലാഘവത്തോടെടുക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ സെല്ലും മറ്റുള്ള രീതിയിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.